രാജ്യത്ത് പാചകവാതക പ്രതിസന്ധിയിൽ ആശങ്ക തുടരുന്നു. സംസ്ഥാനത്ത് നിരവധി ഹോട്ടലുകൾ ഇതിനോടകം അടച്ചു. തലസ്ഥാന നഗരത്തിൽ 10% ഹോട്ടലുകൾ ഏതാണ്ട് പൂർണ്ണമായി അടച്ചു എന്നതാണ് നിലവിലെ സാഹചര്യം. ക്ഷാമം നേരിടാൻ വിതരണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ആശുപത്രികൾക്കും സ്കൂളുകൾക്കുമാണ് പ്രഥമ പരിഗണന നൽകുക. പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് LDF ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തും. LPG അല്ലാതെ ബദൽ മാർഗങ്ങൾ തേടണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ നിർദ്ദേശവുമുണ്ട്. അതിനിടയിലാണ് ബംഗളൂരുവിൽ ഗ്യാസ് സിലിണ്ടറുകൾ മോഷണം പോയതായ പരാതി. നേരത്തെ UP-യിൽ മൊത്തം പരാതി കേട്ടിരുന്നു. ഇതിപ്പോൾ ഗ്യാസ് സിലിണ്ടർ അടിച്ചുകൊണ്ട് പോവുകയാണ്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബൽറാം നെടുങ്ങാൻ ഡൽഹിയിൽ നിന്ന്, സജു ചാമക്കാല ബംഗളൂരുവിൽ നിന്ന്, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്, ലാൽകൃഷ്ണ കൊച്ചി, അജി കുഞ്ഞുമോൻ കോഴിക്കോട്, രാഹുൽ വിജയൻ ഇടുക്കി, അപ്പോൾ മനേഷ് മൂർത്തി ചെന്നൈ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ ചെയ്യുന്നു. ആദ്യം ബൽറാമിലേക്കാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് LPGക്ക് ക്ഷാമമില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യം കടുത്ത ക്ഷാമത്തിന്റെ ചില സൂചനകൾ തന്നെയാണ് ഓരോ ഘട്ടത്തിൽ വരുന്നത്. കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞിക്ക് പോലും പ്രശ്നമാവോ എന്ന അവസ്ഥയിലേക്ക് അത് എത്തുന്നുണ്ട്. ബദൽ മാർഗങ്ങൾ തേടുക എന്ന് പറഞ്ഞാൽ വിറകെടുക്കണമെന്നാണോ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി, സ്മിത. ഈ ഒരു പ്രതിസന്ധി രാജ്യത്തെ ബാധിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ പോലും വലിയ തോതിലുള്ള ആശങ്ക LPG സിലിണ്ടറുമായി ബന്ധപ്പെട്ട് പടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഈ ബദൽ മാർഗങ്ങൾ തേടുന്നു എന്ന പാർലമെന്റിനെ കഴിഞ്ഞ ദിവസം മന്ത്രി അറിയിച്ചിരുന്നു. അത് പല മാർഗങ്ങൾ സർക്കാരിന് മുന്നിൽ ഉണ്ട്. മണ്ണെണ്ണ, ഇന്ധന എണ്ണ, ബയോമാസ്, കൽക്കരി തുടങ്ങിയവ സജീവമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എടുത്തിരിക്കുന്നു. ഇതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ, പ്രത്യേകിച്ച് മലിനീകരണ ആവശ്യങ്ങൾ മുൻനിർത്തി ഇത്തരം ഇന്ധനങ്ങളുടെ ഉപയോഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് നിയന്ത്രിച്ചിരുന്നത്. ആ നിയന്ത്രണങ്ങൾ നീക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഡൽഹിയിലെ ഒരു ഗ്യാസ് ഗോഡൌണിന് മുന്നിലുള്ളതാണ്. രാവിലെ ഈ ഒരു 6 മണി മുതൽ തന്നെ ഈ ഗോഡൌണുകൾക്ക് പുറത്ത് ആളുകൾ സിലിണ്ടറുകളുമായി കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് വാണിജ്യ സിലിണ്ടറുകൾക്കുള്ളതല്ല, ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് വേണ്ടിയാണ് ആളുകൾ എത്തിയിരിക്കുന്നത്. भैया गैस के लिए वेट कर रहे हैं? यस। कितने दिन से वेट कर रहे हैं? आज 4 दिन हो गए। 4 दिन हो गए। काफ़ी परेशानी हो रही, काफ़ी गैस के चक्कर में काफ़ी परेशानी हो रही है। अब सब लोग वेट कर रहे हैं। वेट कर रहे हैं। टाइम गैस मिल रही है, नहीं कि जब 25 दिन का टाइम है तो 2 दिन में गैस मिल जाती है। अभी तो 2-3 दिन लेट हो गया। वेटिंग 24 मतलब 24 घंटे मिल जाती है गैस। हाँ, ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ മണിക്കൂറുകളായി ഈ ഒരു ഗോഡൌൺ തുറക്കാനായി കാത്തു നിൽക്കുകയാണ്. कितने देर से वेट कर रहे हैं? मैं तो काफ़ी देर हो गई है, अभी तो आए नहीं है। 9 बजे बोल रहे हैं, वैसे 7 बजे खोल देते हैं, अब की 9 बजे बता रहे हैं खोल। अभी आया था कल कंपनी गए थे गोदाम पे, जहाँ से हम पर्ची लेके आए हैं, तो अब दिया और 9 ഓക്കെ, ഡൽഹിയിൽ നിന്ന് ബൽറാം പറയുന്ന കാര്യങ്ങൾ. അവിടെ രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ LPG ക്ഷാമം ഇല്ലെന്ന് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറഞ്ഞതാണ്. പക്ഷേ യാഥാർത്ഥ്യം നമുക്ക് നേർക്കുനേർ കാണുന്ന കാഴ്ച ഏതാണ്ട് 100% അത് അങ്ങനെയാണോ, അതോ ഇനിയിപ്പോൾ ഈ പറഞ്ഞ കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് പോലുള്ള പരിപാടി കാരണമാണോ ഈ പ്രശ്നം ഉണ്ടാവുന്ന എന്ന കാര്യം അറിയില്ല. സജു ചാമക്കാലയിൽ ചേരുന്നുണ്ട്, ബംഗളൂരുവിൽ നിന്നാണ് ചേരുന്നത്. സജു, ഗുഡ് മോർണിംഗ്. സജു, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഇടങ്ങളിലും കോർണറുകളിലും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കാണെങ്കിൽ ഇപ്പോൾ സാധാരണക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസം എടുക്കും ബുക്ക് ചെയ്യണമെങ്കിൽ, ബുക്ക് ചെയ്ത് അത് ഗ്യാസ് വരണമെങ്കിൽ. അതുതന്നെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. അവിടുത്തെ സ്ഥിതി എന്താണ്? അതിനിടയിലാണ് അവിടെയാണ് മറ്റേ 2 ഗ്യാസ് സിലിണ്ടർ അടിച്ചുകൊണ്ട് CCTV. തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ്. വലിയ പ്രതിസന്ധിയാണ് ബംഗളൂരു നഗരം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി, അതായത് വീടുകളിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ മോഷണം പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യം അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഹോട്ടലിലാണ്. കഴിഞ്ഞ 23 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന, ബാംഗ്ലൂരു നഗരത്തിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രശസ്തമായിട്ടൊരു ഹോട്ടലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ ഇതിന്റെ ഓണർ തന്നെ നമ്മളോട് പറയും. കാര്യം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ഇന്നും കൂടെ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഗ്യാസ് സിലിണ്ടറുകൾ ലഭ്യമല്ലാത്തൊരവസ്ഥയാണ്. നിരവധി സ്റ്റാഫുകളൊക്കെ ഉള്ള ഹോട്ടലാണ്. അപ്പോൾ അദ്ദേഹം പറയും എന്താണ് ഇവിടുത്തെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ എന്നതിനെ പറ്റി. ഇന്ന് ഇപ്പം നിലവിൽ നമുക്ക് 3 മൺഡേ തൊട്ടിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടിയിട്ടില്ല. ഉള്ളതിനെ വളരെ കുറേ മെനു ചുരുക്കിക്കൊണ്ട് ഇപ്പോൾ ഇത്രയും ദിവസം ഓടിച്ചു. ഇന്നും മുഴുവൻ ഓടാനുള്ളതില്ല, കുറച്ച് ഇന്നത്തെ രാവിലത്തെ കുക്കിങ്ങിനുള്ള ഗ്യാസേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്താണെന്ന് മിക്കവാറും എല്ലാവരും പ്രതിസന്ധിയിലാണ്. എല്ലാവരും ഒന്നിച്ച് നിർത്താനുള്ള, പിന്നെ ഇൻഡക്ഷൻ സ്റ്റൗകൾ ഒക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. 12,000 രൂപ വിലയുള്ള ഇൻഡക്ഷൻ സ്റ്റൗ ഇന്നലെ 25,000 രൂപയ്ക്കാണ് ഇന്നലെ മേടിച്ചത്.
അത് 2-3 മേടിച്ചിട്ടുണ്ട്. അതിലൊക്കെ ചെറുതായിട്ട് കുക്ക് ചെയ്ത് സ്റ്റാഫിനുള്ളത് നമുക്ക് 2 ഹോട്ടലാണ്. 2 ഹോട്ടലിലൂടെ ഏകദേശം 80-85 സ്റ്റാഫുണ്ട്. അവർക്കുള്ള ഫുഡിലും ഉണ്ടാക്കാനുള്ള ഇൻഡക്ഷൻ കുക്കറുകളൊക്കെ നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. ഇനിയിപ്പം ഇന്നുകൂടെ നമുക്ക് ആകെപ്പാടെ ഇത്രയും ലഭ്യതയുള്ളൂ. ഇനി നാളത്തെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. അതായത് അദ്ദേഹം പറയുന്നത് വലിയ ബുദ്ധിമുട്ട്. നമുക്ക് ഈ ഹോട്ടലിന്റെ കിച്ചണിലേക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഇവിടെ ഇൻഡക്ഷനിലേക്ക് പൂർണ്ണ തോതിൽ ഇൻഡക്ഷനിലേക്ക് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നേരത്തെ ഗ്യാസ് സിലിണ്ടർ, ഗ്യാസ് സ്റ്റൗകളായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ ഇൻഡക്ഷൻ സ്റ്റൗവിലേക്ക് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. വലിയ പ്രതിസന്ധിയാണ് ബംഗളൂരു നഗരത്തെ സംബന്ധിച്ചുള്ളത്. ബംഗളൂരു നഗരത്തിലെ 50%-ലധികം ഹോട്ടലുകൾ അടച്ചിട്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും വലിയ ബുദ്ധിമുട്ടുകളാണ് ബംഗളൂരു നഗരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ വ്യവസായം ആകമാനം താളം തെറ്റിയ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ നടപടി വേണമെന്നാണ് ബംഗളൂരുവിലെ ഹോട്ടൽ വ്യവസായികൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം കറണ്ട് കൂടും. മാത്രമല്ല ഇൻഡക്ഷൻ കുക്കർ നമ്മുടെ അടുത്തൊരു ചായക്കടക്കാരൻ പറഞ്ഞത് ഗ്യാസ് തീരാൻ പോവാണ്, ചായ പരിപാടി നിർത്താൻ പോവാണ്. ഇൻഡക്ഷൻ കുക്കർ ഇതിന്റെ വെയിറ്റ് താങ്ങില്ല. ഇലക്ട്രിക് സ്റ്റൗ നോക്കിയിട്ട് കിട്ടുന്നുമില്ല. ഉള്ളതിന് ഭയങ്കര വിലയാണ്. എന്നാൽ നോക്കാം എന്ന് വിചാരിച്ചാൽ കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് റോക്കറ്റ് അടുപ്പ്. ഈ സാധനമാണ്. അപ്പൊ ഈ റോക്കറ്റ് അടുപ്പ് പോലെയുള്ള ബദൽ മാർഗ്ഗങ്ങൾ സെറ്റാക്കണം എന്നാണ് പറയുന്നത്. ഇത് കാണുമ്പോഴേ പണ്ടൊക്കെ ഈ നമ്മുടെ വീടുകളിൽ അറക്കപ്പൊടി കൊണ്ടുള്ള ഒരു സാധനം ഇങ്ങനെ ഇടിച്ചു കുത്തി, അതുപോലെയുള്ള ഒരു സിസ്റ്റം ആണ്. പക്ഷെ ഇതിന്റെ ഒരു വലിയ സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ആ ഭാഗത്ത് വിറവ് വെക്കുക, ആ കാണുന്ന സ്ക്വയർ പോലുള്ള ഭാഗത്ത് വിറവ് കയറ്റി വെക്കുക. എന്നിട്ട് ഇതിനകത്ത് ഇതിങ്ങനെ കുറയ്ക്കാനൊക്കെ സൗകര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ തീ കുറയ്ക്കാനൊക്കെ, വിറകാണെങ്കിലും തീ കുറച്ച് കുറയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പുക തീരെ ഇല്ല, ഉണ്ടാവില്ല എന്നാണ് ഇതിന്റെ നിർമ്മാതാക്കളൊക്കെ പറയുന്നത്. മാത്രമല്ല ഹാഷ്മി, നഗരപ്രദേശങ്ങളിലൊക്കെ എങ്ങനെ ഇതിനൊക്കെയുള്ള ഒരു സംവിധാനവും സൗകര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിനിടെ വരുന്ന മണ്ണെണ്ണ, ഇന്ധന എണ്ണ, ബയോമാസ്, കൽക്കരി തുടങ്ങിയവ സജീവമാക്കാനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലൂടെ PDS ചാനലുകളുടെ മണ്ണെണ്ണ ലഭ്യമാക്കും. വ്യാവസായിക വാണിജ്യ ഉപഭോക്താക്കൾക്ക് ഇന്ധന എണ്ണ ലഭ്യമാക്കും. ശരാശരി പ്രതിമാസ വാണിജ്യ LPG ആവശ്യകതയുടെ 20% വാണിജ്യോപയോഗത്തിനായി നീക്കിവെക്കാനും സർക്കാർ തീരുമാനം പറയുന്നത്. അപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള നടപടികൾ സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം എഫക്റ്റീവ് ആവുന്നു എന്ന കാര്യത്തിലാണ് സംശയം. ലാൽ കൃഷ്ണ കൊച്ചിയിൽ ചെയ്യുന്നു. ലാൽ, ഇന്നലെ ഈ വരുന്ന ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ കൊച്ചിയിലെ ഒരു സംഘടന ഒരു ഇഫ്താർ സംഗമത്തിൽ വിളിച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് അവരുടെ മെസ്സേജ്, വാണിജ്യ LPG പ്രതിസന്ധി വന്നതിനാൽ ഇഫ്താർ സംഗമത്തിൽ നിന്ന് ഹോട്ടൽ അധികൃതർ പിന്മാറുകയും അതിനാൽ പ്രോഗ്രാം റീഷെഡ്യൂൾ ചെയ്യേണ്ട നിർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്നെ വിളിച്ച് ക്ഷമാപൂർവ്വം ഞാൻ പറഞ്ഞ പൊന്നുകേട്ട, ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് പോലും ചിലപ്പോൾ മുടങ്ങുമെന്ന എന്താ സംശയം നിൽക്കുക, പിന്നാണ് ഇഫ്താർ എന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് അവസ്ഥ. ലാല് ഹോട്ടലുകൾ, ഇഫ്താർ സംഗമങ്ങൾ, ഉച്ചക്കഞ്ഞി. ഇപ്പോൾ ലാല് നിൽക്കുന്നത് സമൃദ്ധിയിലാണ്. സമൃദ്ധി ഇതുപോലെ ഒരുപാട് പാവങ്ങൾക്ക് കുറഞ്ഞ ചിലവിലൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ അടക്കം പ്രതിസന്ധിയാണ്. ലാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലായിടത്തും പ്രതിസന്ധി. ഹാഷ്മിക്ക് കിട്ടിയ പോലത്തെ ഒരു മെസ്സേജ് ഇവിടെ പലയിടത്തും ഒട്ടിച്ചിട്ടുണ്ട്. ഗ്യാസ് ലഭ്യത കുറവ് മൂലം പരിമിതമായ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും ഇതോട് സഹകരിക്കണം എന്നുള്ളതാണ്. അത് സമൃദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തുന്നതും വളരെ കുറഞ്ഞ ചെലവിൽ ഭക്ഷണം കിട്ടുന്നതുമായ ഒരിടമാണ്. പക്ഷേ സമൃദ്ധിയും ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് പ്രധാന കാരണം. കാരണം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 25 മുതൽ 30 വരെ ഗ്യാസ് കുറ്റികൾ ഉണ്ടെങ്കിൽ മാത്രമേ സമൃദ്ധിക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അത് ഈ നോർത്തിൽ മാത്രമല്ല സമൃദ്ധിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. പലയിടങ്ങളിലുണ്ട്. GCDയുടെ അവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അതോടൊപ്പം ഷിപ്പ്യാർഡിന് അവിടെയുണ്ട്. അങ്ങനെ പലയിടങ്ങളിലായിട്ട് സമൃദ്ധി ഭക്ഷണം എത്തിച്ച് കുറഞ്ഞ അളവിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 25-30 കുറ്റി ഗ്യാസ് എന്ന് പറയുന്നത് തീരെ പ്രായോഗികമല്ലാത്തതുകൊണ്ട് സമൃദ്ധി ഇപ്പോൾ വിറക് എത്തിച്ചിരിക്കുകയാണ്. സ്മിത ചേച്ചി കൊരട്ടിയിൽ നിന്നാണ് ഈ വിറക് എത്തിച്ചിരിക്കുന്നത്. ടൺ കണക്കിന് വിറക് ഇറക്കിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഏകദേശം 25,000 രൂപ മുടക്കിയാണ് സമൃദ്ധി വിറക് എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അത് ചീമക്കൊന്നയുടെ കമ്പ് തൊട്ട് പ്ലാവിൻ്റെയും ആവിൻ്റെയും ഒക്കെ ഉണ്ട്. കാരണം ഇന്ന് മുതൽ സമൃദ്ധി അടുപ്പിലേക്ക് കൂടി മാറുകയാണ് എന്നുള്ളതാണ്. കാരണം ഒറ്റയടിക്ക് ഗ്യാസിൽ നിന്ന് സ്വിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് സമൃദ്ധി എത്തിയിട്ടുണ്ട്. മാഹിനെ ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ ഇവിടെ ഉപയോഗിക്കുന്ന ഗ്യാസ് കുറ്റിയുടെ കുറച്ച് വിഷ്വൽ കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. ഇത് ഇവിടെ ഉപയോഗിച്ച് തീർന്ന ഗ്യാസ് കുറ്റിയാണ് കേട്ടോ. അത് അത്തരത്തിൽ ഇത് ഒരു ദിവസം ഇത്രയും മതിയാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗ്യാസ് കുറ്റി ഉപയോഗിക്കേണ്ട അവസ്ഥയുണ്ട്. പക്ഷേ ഗ്യാസ് കിട്ടാനില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഗ്യാസ് കിട്ടാൻ ആന്റണി ചേട്ടൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ആന്റണി ചേട്ടൻ, നിങ്ങൾ വികസന കാര്യക്ഷമതയ്ക്കായിട്ട് പോവുകയാണല്ലോ. ഇതിപ്പോൾ നിലവിൽ ഏതായാലും ഗ്യാസ് കുറ്റി കിട്ടാനില്ല. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ മുമ്പോട്ട് പോകാനൊരു പ്രശ്നം? വിറകിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ അരി മാത്രം ബോയിലറിൽ വെച്ച് പാചകം ചെയ്യാനും ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യാനും മറ്റ് കറികളെല്ലാം തീയടുപ്പിലേക്ക് മാറ്റി വിറക് കത്തിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. 10 മണിക്ക് ഇന്ന് വിറകടുപ്പിലേക്ക് പാചകം മാറ്റുകയാണ്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഒരുക്കിയ ഷെഡാണ്. ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നത് തീയിലേക്ക് അല്ലെങ്കിൽ വിറകിലേക്ക് പാചകം ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുമെന്ന് തന്നെ പറയുന്നത്. പക്ഷേ ചിലവ് കൂടാൻ സാധ്യതകളേറെയാണ്. കാരണം വിറക് പോലും ഷോർട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ചത്ര വിറക് എത്തിച്ചു തരുന്നില്ല. അതിനുള്ള സംവിധാനങ്ങൾ കൂടി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്.
വരും ദിവസങ്ങളിൽ വിറകിനും വില കൂടും എന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു ഷെഡ് എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ ഷെഡ് ഉണ്ടായിരുന്നല്ല, ഇത് ഈ വിറകടുപ്പ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജീകരിച്ചതാണ്. ഇപ്പോൾ വിറകിലേക്ക് മാറാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വർക്ക് കുറച്ചുകൂടെ ഇപ്പോൾ എന്തായാലും 24 മണിക്കൂർ പോകുന്നുണ്ട്, അപ്പോൾ കുറേ കൂടെ കൂടി പാടായി പോകാനുള്ള സാധ്യതയില്ല? വർക്ക് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കൊടുത്തേ പറ്റൂ. ഞങ്ങൾ 20 രൂപയൊക്കെ ഭക്ഷണം എന്ന് വെച്ചാൽ ഒത്തിരി സാധാരണക്കാരായ കുടുംബങ്ങൾ ഞങ്ങൾ ആശ്രയിച്ച് കഴിയുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുത്തേ പറ്റൂ. ഞങ്ങളിത് ചെയ്യും എങ്ങനെയാലും. ഒരു ദിവസം 20-25 കുറ്റി എന്ന് പറഞ്ഞാൽ അത് അത്രയും തന്നെ വേണ്ടി വരുന്നുണ്ട്. അത്രയും തന്നെ വേണ്ടി വരുന്നുണ്ട്. അത് എവിടേക്കൊക്കെ ഫുഡ് എത്തിക്കുന്നതിന് വേണ്ടി? അത് 5 സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. ഷിപ്പ്യാർഡ്, പോർട്ട് കൊച്ചി, ഐലൻഡ്, കോർപ്പറേഷൻ, എല്ലായിടത്തും പോകും. GCD. ഇത്ര ഇടത്തേക്ക് ഇനിയിപ്പോൾ വിറകുകൊണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലായിടത്തേക്കും ഫുഡ് എത്തിക്കാൻ പറ്റും തോന്നുന്നു? എത്തിക്കാൻ പറ്റും. ഐറ്റംസ് എന്നാലും ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് എല്ലാ ഐറ്റംസും കൊണ്ടുവരാനായിട്ട് തന്നെ ശ്രമിക്കും. 20 രൂപയ്ക്ക് ഗംഭീരമായ ചോറ് കൊടുക്കുന്ന സ്ഥലമാണത്. അപ്പോൾ ഒരു ചേച്ചി പറയാണ്, ഞങ്ങൾ ഇനി എന്ത് പ്രശ്നം ഉണ്ടാകും ഞങ്ങൾ നടത്തും. ആത്മവിശ്വാസവും സ്നേഹവും കരുണയും അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറാൻ പോകുന്നത്. കാരണം ഈ ചെറിയ വിലയ്ക്ക് പൈസ കൊടുത്താൽ മതി, എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതല്ല, ഈ നേരത്തെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിക്ക് വിറക് ഉപയോഗിക്കരുത് നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ വേണമെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ വിറക് ഉപയോഗിക്കാം, പിന്നെ ഗ്യാസ് കിട്ടുമ്പോഴേക്കും അതിലേക്ക് മാറാം എന്ന നിർദ്ദേശമൊക്കെ വരുന്നുണ്ട്. എന്തായാലും പല സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ അവരങ്ങനെ രാവിലെ ഓരോരോ സ്ഥലങ്ങളിൽ, വീടുകളിൽ, ഈ പറഞ്ഞ സമൃദ്ധി പോലുള്ള സ്ഥലങ്ങളിൽ, ഹോട്ടലുകളിലൊക്കെ പോയി എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ നിരന്നു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അജി കുഞ്ഞുമോനിലേക്ക് ഒന്ന് പോകുന്നു. അജി, ഇതാ റീന സതീശൻ പറയാണ്, വീടുകളിൽ താമസിക്കുന്നവർക്ക് വിറകടുപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, എന്നാൽ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് വിറകടുപ്പ് സാധ്യമല്ല. അവർക്ക് എന്ത് ചെയ്യും? യുദ്ധം നമ്മളെ പട്ടിണിയാക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അജി, അപ്പോൾ അതൊരു പ്രശ്നമാണ്. നമ്മളെപ്പോലുള്ള ഫ്ളാറ്റ് നിവാസികൾക്ക് അതിനകത്ത് വിറവിട്ട് കത്തിക്കാനുള്ള നിവൃത്തി എന്തായാലും ഇല്ല. അപ്പോൾ കോഴിക്കോടും അതൊക്കെ ബാധകമാണ്. അജി, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് ഹാഷ്മി, സ്മിത. തീർച്ചയായിട്ടും ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്യാസ് ഇല്ലാത്തത് അവർക്ക് സംബന്ധിച്ചിടത്തോളം വലിയ തലത്തിലുള്ള ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ വിറകടുപ്പിൽ പാകം ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാഷ്മി ഈ കോഴിക്കോട് നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിലാണ്. 1969 സ്ഥാപിച്ച ശ്രീ വെങ്കടേഷ് ലഞ്ച് ഹോം. ഈ ശ്രീ വെങ്കടേഷ് ലഞ്ച് ഹോമിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എന്നോടൊപ്പം ഓണർ രാജേഷ് ഏട്ടനും കൂടെ ഉണ്ട്. രാജേഷ് ഏട്ട, ഹോട്ടൽ സ്ഥിരമായിട്ട് വരുന്ന ആളുകളോട് രാജേഷ് ഏട്ടൻ ഇപ്പോൾ പറയുന്നത് ഗ്യാസ് ഇല്ല, അതുകൊണ്ട് തുറന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ഹോട്ടൽ പൂട്ടിയത്? ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായിരുന്ന ഗ്യാസ് മുഴുവൻ തീർന്നു. ഏകദേശം ഗവൺമെൻറ് സപ്ലൈ ഉള്ള സിലിണ്ടർ 10-ആം തീയതിയാണ് അവസാനം കിട്ടിയത്. അതിനുശേഷം കൂടിയ വില കൊടുത്തിട്ട് പ്രൈവറ്റ് സിലിണ്ടർ വാങ്ങിയിട്ടാണ് ഇന്നലെ വരെ നിന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു സിലിണ്ടർ തീർന്നു. അപ്പോൾ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് സാധനങ്ങൾ ഒഴിവാക്കി. വെറും ദോശ മാത്രമുള്ള ഒരു ഒറ്റ സിലിണ്ടർ അത് ഇന്നലെ രാത്രിയോടെ അതും തീർന്നു. ഇന്നിപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ഇന്നത്തേക്ക് വേണ്ട പ്രിപ്പറേഷൻ പകുതിയോളം, അതായത് പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് കിട്ടിയാൽ മാത്രമേ തുറക്കാമെന്നുള്ളൊരവസ്ഥയില്ല. കിട്ടിയില്ലെങ്കിൽ ആ സാധനങ്ങൾ മുഴുവൻ വേസ്റ്റ് ആവുകയും ചെയ്യും. ഇതാണ് അവസ്ഥ. നമുക്ക് ഈ വിറകടുപ്പ് അല്ലെങ്കിൽ ചിരട്ട അതൊക്കെ പ്രായോഗികമല്ലേ? അതായത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഈ അടുക്കള വളരെ ചെറുതാണ്. ആക്ച്വലി പണ്ടുണ്ടായിരുന്ന വിറകടുപ്പ് മുഴുവൻ മാറ്റിയിട്ടാണ് ഈ ഗ്യാസിലേക്ക് പോയത്. ഗ്യാസ് വളരെ സൗകര്യമാണ്. പിന്നെ ഇപ്പം നമ്മൾ വിറകടുപ്പിലേക്ക് പോയാൽ ജോലിക്ക് ആളെ കിട്ടാത്തൊരവസ്ഥ വരും. കാരണം അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പണ്ടുള്ളവർ അത് ശീലിച്ച് പോയതുകൊണ്ട് അറിയില്ല, കാരണം വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. പിന്നെ ഈ സൗകര്യം കൂടിയപ്പോൾ നമ്മൾ സൗകര്യത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ ഈ സാധനം നടക്കില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരുപാട് ഓൺലൈൻ ഫുഡ് ആപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർഡറുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിനൊക്കെ നന്നായി ബാധിച്ചില്ല? തീർച്ചയായിട്ടും. ഓൺലൈൻ മാത്രമല്ല, ഓൺലൈനിന് ഡെലിവറി സ്റ്റാഫ്, അതേപോലെ അവരുടെ ഫാമിലി. ഇപ്പം നമ്മളുടെ സ്റ്റാഫ് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റാഫ് 15 പേരുണ്ട്, അവരുടെ കുടുംബങ്ങൾ. അതേപോലെ നമ്മുടെ വെണ്ടേഴ്സ് പല രീതിയിൽ അറിയാമല്ലോ, പച്ചക്കറി, പാല്, ഇറച്ചി, ഇങ്ങനത്തെ പല. ഞങ്ങൾ ഇറച്ചി ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടി അവരുടെ കുടുംബങ്ങളും ഇൻഡയറക്റ്റ്ലി പലരും ബാധിക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഇതിൽ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയ കുറേ ആൾക്കാരുണ്ട്. കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, നാശനഷ്ടങ്ങൾ എമ്പാടുമുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി തീർക്കണമെന്നും എന്താണ് എന്താ പറയുക, അധികാരികൾ ഇതിൽ ശ്രമം നടത്തണം എന്നുള്ള കഷ്ടപ്പാടുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു നാച്ചുറൽ കലാമിറ്റി അല്ല, ഒരു പ്രകൃതി ദുരന്തമല്ല. ഇത് മനുഷ്യനുണ്ടാക്കി വെക്കുന്നതാണ് യുദ്ധമല്ല. ഭരണാധികാരികൾ, രാജ്യങ്ങൾ, നേതൃസ്ഥാനത്തിരിക്കുന്നവർ കൃത്യമായിട്ടൊന്ന് വിചാരിച്ചാൽ നിർത്താവുന്ന ഒരു കാര്യമാണ് യുദ്ധം എന്നുള്ള വല്ലാത്ത അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉണ്ട് കേട്ടോ. നമ്മൾ സുരേഷ് പറയുന്നുണ്ട്, ഹാഷ്മി പഴയകാലത്ത് ഗ്യാസ് ഉണ്ടായിട്ടാണോ എല്ലാം നടന്നത്? ചേട്ടാ, പഴയകാല നൊസ്റ്റാൾജിയ പറയില്ല.
ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ ഇല്ല വിറകടുപ്പിൽ 10 വിറകെടുത്ത് വെച്ച് തീ കത്തിച്ച് ഇല്ല കുഴൽ പോലെ സാധനം ഒരു 10 തവണ ഊതാവോ ചേട്ടനാ? അതെ, വലിയ കഷ്ടപ്പാടാ അതൊക്കെ. പറഞ്ഞ ഒരു നിവൃത്തിയില്ലാതെ ചെയ്യാം. ഇതിപ്പോ ചെയ്യാൻ പോലും സൗകര്യങ്ങളില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് വന്നു കഴിഞ്ഞല്ലോ. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ ചെയ്യുന്ന ശ്രീനാഥ് അടക്കമുള്ളവർ മുംബൈയിൽ അവിടുത്തെ എന്താണ് അവിടെ ഇവിടുന്ന് കുടിയേറി പാർത്തവരാണ്. ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം കൂടുതൽ ആളുകളും. അപ്പോൾ അവിടെയും ഈ ഹോട്ടൽ അടയ്ക്കുന്ന പ്രശ്നം ബാംഗ്ലൂരിനെ പോലെ അവിടെയും ഹോട്ടൽ അടയ്ക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനമായും ബാധിക്കുന്നത് ഹോട്ടൽ ഭക്ഷണക്കാരെയാണെന്ന് തോന്നുന്നു. ശ്രീനാഥ് ഗുഡ് മോർണിംഗ്. ഗ്യാസ് ഇല്ലെങ്കിലും വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിലല്ല. മുംബൈയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലൂടെയുള്ള ഒരു യാത്രയിലാണ്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഗുജറാത്തിലെ കച്ചിലാണ്. 2001 ഭൂകമ്പം നടന്ന ഗുജറാത്തിലെ കച്ചിലാണ്. കച്ചിലെ സ്മൃതി വനമാണ് ഒരു ഭാഗത്ത് കാണുന്നത്. അന്ന് ഭൂകമ്പത്തിൽ മരിച്ചവരുടെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി പിന്നീട് സ്ഥാപിച്ച ഒരു വനം. ഏതായാലും ഇവിടെയുള്ള ക്യാൻറ്റീനിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ എന്താണ് അവസ്ഥ എന്ന് ഈ ക്യാൻറ്റീൻ നടത്തിപ്പുകാരൻ തന്നെ നമ്മോട് പറയും. അദ്ദേഹത്തോട് ഞാൻ ഒരു തവണ സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹം ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് ചോദിക്കാം. तो अभी एलपीजी का सिचुएशन क्या है? अभी एलपीजी का सिचुएशन जैसे अभी इराक और अमेरिका का युद्ध चल रहा है, तो अभी एलपीजी का बहुत यहाँ पे दिक्कत है. ऐसे पहले तो हर रोज मिल जाता था, अभी महीने में एक बार मिल रहा है. वो भी बहुत शॉर्टेज चल रहा है. और बुक करेगा तो कितने दिन में आता है? अभी बुक करेगा तो कम से कम वो 1 महीना लग जाएगा. 30 दिन लग जाता है तभी मिलता है. अभी पड़ा है वो अब खत्म हो गया तो अभी खत्म हो गया तो अभी इंडक्शन पे चलाना पड़ेगा. हाँ जी, हाँ इंडक्शन लाके रखा हुआ है यहाँ पे. അതാണ് ഈ ഗ്രാമീണ മേഖലകൾ പോലും ഈ പ്രശ്നം ഗുരുതരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുംബൈയിൽ ഏതാണ്ട് 50% റെസ്റ്റോറന്റുകൾ പൂട്ടേണ്ട അവസ്ഥ. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് ചിലർ വിളിച്ചിരുന്നു. അവിടെ ഏതാണ്ട് റെസ്റ്റോറന്റുകളൊക്കെ പൂട്ടിയ അവസ്ഥയാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്നതൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ മേഖലകളും, വൻ നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമീണ മേഖലകളിലേക്ക് കൂടി ഈ പ്രശ്നം വ്യാപിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഹാഷ്മി, അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ. മുംബൈ മെട്രോ നഗരത്തിൽ മാത്രമല്ല അതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഗ്രാമാന്തരങ്ങളിലൊക്കെ ഇത് ബാധിക്കുകയാണ്. നേരത്തെ ആരോ കമന്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു നാട്ടിൻപുറത്ത് വലിയ പ്രശ്നം ഉണ്ടാവില്ല ജംഷി. ഒന്നുമല്ല, ഇപ്പൊ പഴയ പോലെ നാട്ടിൻപുറം അങ്ങനെ ചില വീടുകളിലെങ്ങാനും പുറത്ത് ഒരു ചെറിയ ഇത് കൂട്ടിയിട്ട് അടുപ്പുണ്ടായാലേ അത് വല്ല വെള്ളം ചൂടാക്കാനോ ഒക്കെ മാത്രം ഉപയോഗിക്കുന്ന വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു സംശയമില്ല കാര്യം. ചന്ദ്രൻചിറയിൽ പറയുന്നു കോളേജ് ഹോസ്റ്റലുകളിൽ ക്യാൻറ്റീൻ പ്രതിസന്ധി നേരിടുന്നു കുസാറ്റിൽ നിന്ന് മകൾ പറഞ്ഞു എന്ന് പറയണം. അപ്പൊ ഈ പറയുന്ന പോലെയാണ് ഹോസ്റ്റലുകളിൽ ഇതുപോലുള്ള മെസ്സുകളിൽ. പിന്നെ ഈ അന്നദാനം നടത്തുന്നത് ഇപ്പൊ ആരാധനാലയങ്ങളിൽ ഉൾപ്പെടെ അന്നദാനം ഉണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും വിചാരിക്കും ആരും പട്ടിണി കിടക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇനിയിപ്പോ അവരൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതാണ് പ്രതിസന്ധി. ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി കൂടിച്ചിരുന്നു. ചെന്നൈ മെട്രോ നഗരങ്ങളെ മനേഷ് ഗുഡ് മോർണിംഗ്. ഇതുപോലെ മെട്രോ നഗരങ്ങളെ ഒക്കെ ബാധിക്കുകയാണ്. ബംഗളൂരുവിൽ മുംബൈയിലൊക്കെ ബാധിക്കുകയാണ്. ചെന്നൈയും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ചെന്നൈയിലെ ഒരവസ്ഥ എന്താണ് മനേഷ്? അശ്മി, സ്മിത, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കടന്നു പോകുന്നത്. പക്ഷേ വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഇതിനൊരു പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ചൊക്കെ വലിയ ആലോചനകൾ നടത്തുന്നു. അടുപ്പുകളിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗകളിലേക്ക് മാറുന്നു, ഇലക്ട്രിക് സ്റ്റൗകളിലേക്ക് മാറുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഹോട്ടലുകളെല്ലാം തന്നെ മെനു വ്യാപകമായി തന്നെ കുറയുന്നുണ്ട്. മെനു കുറച്ചുകൊണ്ട് എന്നാലും അടച്ചിടാതെ ഒരു തരത്തിൽ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഹാർഡോസ് റോഡിലാണ്. ഈ ഹാർഡോസ് റോഡിലെ ചെറുകിട കടകൾ, അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ ഹോട്ടലുകൾ അല്ലെങ്കിൽ വലിയ കച്ചവടക്കാരെല്ലാം ഏതെങ്കിലും തരത്തിലൊക്കെ ഇതിനെ മറികടക്കുന്നുണ്ട്. പക്ഷേ ഈ ചെറുകിട കച്ചവടക്കാരുടെ കാര്യമാണ് കഷ്ടം. ഇപ്പോൾ നമുക്ക് കാണാം ഈ പറഞ്ഞ എണ്ണപ്പലഹാരം ഉണ്ടാക്കുന്ന ഹാർഡോസ് റോഡിലെ ഒരു കടയാണ്. ഈ കടയിൽ ഇപ്പോൾ എന്നോട് അല്പസമയം മുമ്പ് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു സൈഡിൽ നമുക്ക് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു പാത്രം കാണാം. ഈ ഇഡ്ഡലി കഴിഞ്ഞു, അതായത് ഗ്യാസ് കഴിഞ്ഞപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്. അപ്പോൾ ഇതാണ് ഒരു അവസ്ഥ. അപ്പോൾ ഈ ഒരു ഗ്യാസ് കൂടി കഴിഞ്ഞാൽ, ഈ ഒരു കുറ്റി കൂടി കഴിഞ്ഞാൽ ഇവർക്ക് ഇന്നത്തോടെ ഈ ഒരു കാര്യം അവസാനിപ്പിക്കേണ്ടി വരും. എന്തായാലും അദ്ദേഹം ജോലിയിലാണ്. അണ്ണാ எப்படி இருக்கீங்கண்ணா? இப்போ நிலம்பு ரொம்ப மோசமாக தான் இருக்குது. சிலிண்டரு ஒரு சிலிண்டர் தான் இருக்குது. அது முடிஞ்சுன்னா அப்புறம் இல்லை, வேறு சிலிண்டர் இல்லை, வேறு எதுவுமே பண்ண முடியாது. இங்கே எல்லாம் இண்டக்ஷன் எல்லாம் வைக்க முடியாது. பண்ண முடியாது. வடை பூரி போடுறதுக்கு இருக்குது, அதை வச்சு யாரும் பண்ணலாம், அவ்வளோதான், வேறு எதுவும் பண்ண முடியாது. புக் பண்ணியிருக்கான், புக் பண்ணால் வரல, வழி இல்லையே. புக் பண்ணியிருக்கு, வரலையே. അപ്പം ഇതാണ് അവസ്ഥ. അപ്പം പുള്ളി വട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഉഴുന്നുവട. അതിനുശേഷം പൂരി കൂടി ഉണ്ടാക്കാനുള്ള ഗ്യാസ്
ഉണ്ട് എന്നുള്ളതാണ്. ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനിയും വന്നിട്ടില്ല. പലതവണ വിളിച്ചതാണ്, ഈ പറഞ്ഞ ഏജൻസികളിൽ പലതവണ വിളിച്ചതാണ്, പക്ഷേ എന്തായാലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം അദ്ദേഹം ഉള്ള ഒരു ഗ്യാസ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ വീടുകളിൽ നിന്നൊക്കെ പാചകം ചെയ്തു കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു രീതിയാണ്. അതായത് ഈ ഹാർഡ് ഹൗസ് റോഡിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഈ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന നിരവധി ഇത്തരം ചെറുകിട കടകൾ ഇവിടെയുണ്ട്. അപ്പോൾ ആ കടകളുടെ ഒരു അവസ്ഥയാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞു. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ വലിയ ഹോട്ടലുകളെല്ലാം തന്നെ വലിയ ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കാം എന്നുള്ളത് സംബന്ധിച്ചൊക്കെ വലിയ ആലോചനകൾ നടത്തുന്നു. വിറകടുപ്പിലേക്കും ഇൻഡക്ഷൻ സ്റ്റൗകളിലേക്കും ഒക്കെ മാറുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇത്തരത്തിലുള്ള ചെറുകിട കച്ചവടക്കാരാണ് ഈ പറഞ്ഞ 2 ദിവസങ്ങളായി വലിയ പ്രതിസന്ധി എന്തായാലും നേരിടുന്നത്. ഹാഷ്മി, സ്മിത. ഓക്കെ, അണ്ണ ഏതാവത് ചെയ്യുകോ എന്നാ ചേട്ടനോട് മനേഷ് പറഞ്ഞേക്ക്. അതെ ഹാഷ്മി, ഇപ്പൊ ഈ മണ്ണെണ്ണ കൂടുതൽ അനുവദിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, മണ്ണെണ്ണ ഒഴിച്ച് ആ സ്റ്റൗ ഒക്കെ ഇപ്പൊ ഒരു വീടുകളിലും ഉണ്ടാവില്ല. ഇനി അത് പോയി വാങ്ങി ഇൻഡക്ഷൻ കുക്കറിനാണെങ്കിൽ വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഇലക്ട്രിക് സ്റ്റൗവും കിട്ടാനില്ല, അങ്ങനെ ആകെ പ്രശ്നം. മറ്റൊരു കാര്യം, വലിയ ചൂടാണ്, അല്ലെങ്കിൽ തന്നെ വൈദ്യുതി ബില്ല്, കറണ്ട് ബില്ല് കൂടുതലാണ്. ഇനിയിപ്പോ ഈ ഇൻഡക്ഷൻ കുക്കറിന് വേണ്ടിയാവുമ്പോ അതും വലിയ പ്രശ്നത്തിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.